സംഘപരിവാറിനെ വില കുറച്ച് കാണരുത് എന്ന് പറയുന്നു CPIM-ന്റെ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ. ബംഗാളിൽ മുൻ തിരഞ്ഞെടുപ്പിൽ BJP-ക്ക് 3 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ BJP സംസ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി ജയരാജൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPIM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായെങ്കിലും അത് മാത്രമല്ല പരാജയ കാരണമെന്നും ജയരാജൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിലും ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതാണ് കേരളത്തിലെ LDF-ന് 35 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഈ തുടർഭരണം കേരളത്തിലെ വലതുപക്ഷ ശക്തികളെ വല്ലാതെ നിലക്ക് പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അവർ ഒരു അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള ആക്രാന്തത്തോടു കൂടി അന്ന് മുതൽ നടത്തിയിട്ടുള്ള പരിശ്രമം അതാണ് 2026-ൽ വലതുപക്ഷ ശക്തികളുടെ ആകെ തന്നെ ഏകോപനം. നമ്മൾ സംഘപരിവാരത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അവർ വലിയ ബുദ്ധികേന്ദ്രങ്ങളാണ് അവർ എന്ന് പറഞ്ഞാൽ തിങ്ക് ടാങ്ക്. അപ്പോൾ അത് വളരെ ആസൂത്രിതമായ പ്ലാനിങ് ഉണ്ട്. ഈ പ്ലാനിങ് എത്രയോ വർഷമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. നിഖിൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ചേർന്നുണ്ട്. നിഖിൽ, ഇപ്പോൾ പാർട്ടി പരാജയ കാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. പാർട്ടി സ്വയം സമ്മതം, അതൊക്കെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇടതുമുന്നണി പരാജയ കാരണം ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന തരത്തിലൊക്കെ എന്തൊക്കെയാണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏറ്റു പറയുന്നതും അതിൽ ഇനി ആളുകളുടെയൊക്കെ അഭിപ്രായം തേടി പാർട്ടിയെ പുതിയ രീതിയിലേക്ക് നവീകരിക്കാൻ വേണ്ടി ശ്രമിച്ച് മുന്നോട്ട് പോവുകയാണ് CPIM ഒന്നാകെ. ഇപ്പോൾ ജയരാജന്റെ വാക്കുകളിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? തുടർഭരണം ജനങ്ങളിൽ മടുപ്പുണ്ടാക്കി സംഘപരിവാറിനെ ഒരു തരത്തിലും വില കുറച്ച് കാണാൻ പാടില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ നടത്തുന്നു ജയരാജൻ. എങ്ങനെ വിലയിരുത്തണം അദ്ദേഹത്തിന്റെ വാക്കുകൾ? സേതു, കേരളത്തിൽ അപ്രതീക്ഷിതമായൊരു പരാജയം ഇടതുപക്ഷത്തിന്, അല്ലെങ്കിൽ വലിയ പരാജയം ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നതിൽ ഈ സംഘപരിവാറിൻ്റെയും അല്ലെങ്കിൽ വലതുപക്ഷത്തിൻ്റെയും ഇടപെടൽ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പി ജയരാജൻ പറയുന്നത്. അത് അദ്ദേഹം പറയുന്ന വാക്ക്, ഈ സംഘപരിവാരത്തെ നമ്മളങ്ങനെ വില കുറച്ച് കാണരുത്, അവർ വലിയ ബുദ്ധികേന്ദ്രങ്ങളാണ്. ഈ തുടർഭരണം എന്നൊരു കാര്യം കേരളത്തിൽ സംഭവിച്ച അന്നു മുതൽ തന്നെ എങ്ങനെയും അധികാരം പിടിക്കുക, അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ അവർ ആരംഭിച്ചിരുന്നു. അതിൻ്റെ കൂടി ഫലമാണ് ഈ കേരളത്തിൽ 35 സീറ്റുകളിലേക്ക് LDF ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നത് തന്നെയാണ് പി ജയരാജൻ പറയുന്നത്. സേതു പറഞ്ഞതുപോലെ ഈ CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഈ പരാജയത്തിൻ്റെ കാരണങ്ങളൊക്കെ പഠിച്ച് അതിൽ സ്വയം വിമർശനങ്ങളൊക്കെ പറഞ്ഞ് പറ്റിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൽ പി ജയരാജൻ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായി ചിലയിടങ്ങളിൽ എന്ന് പറയുന്നത് വാസ്തവമാണ് എന്ന് കരുതി അത് മാത്രമാണ് പരാജയത്തിൻ്റെ കാരണമെന്ന് പറയാനാവില്ല എന്നുള്ളതാണ് പി ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി ഇത്ര പ്രത്യക്ഷമായി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ച മറ്റൊരു തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും പി ജയരാജൻ നേരത്തെ മുതൽ തന്നെ പറയുന്ന കാര്യമാണ്, വർഗീയ ശക്തികൾ, അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വലിയ രീതിയിൽ കേരളത്തിൽ അവരുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത്. അത് കുറച്ചുകൂടി ഉറപ്പിച്ച് പറയുകയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, സംഘപരിവാറിനെ വില കുറച്ച് കാണാൻ പാടില്ല, അവർ വലിയ ബുദ്ധികേന്ദ്രങ്ങളാണ്. അവിടെയാണ് ബംഗാളിനെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ 3 സീറ്റിലുണ്ടായിരുന്ന BJP ആണ്. അവരിപ്പോൾ അവിടെ ഭരണം പിടിക്കുന്നു. കേരളത്തിൽ ഇത്തവണ അവർക്ക് 3 സീറ്റുണ്ട്. ഈ സാഹചര്യമൊക്കെ പരിശോധിച്ച് ഇതൊക്കെ കണക്കിലെടുത്ത് അവരെ ഒരിക്കലും വില കുറച്ച് കാണരുത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും ഈ വലതുപക്ഷവും ഒപ്പം തന്നെ ഈ സംഘപരിവാറിൻ്റെ ആശയങ്ങളും കേരളത്തിൽ പിടിമുറുക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതും. അതിനൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി മറുവശത്ത് അവരുടേതായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ വളരെ സജീവമായി ഇടപെടുന്നു എന്ന കാര്യം കൂടി പി ജയരാജൻ ഓർമ്മിപ്പിക്കുകയാണ്.